ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഒരു കുല മുരിങ്ങാപ്പൂവ് കിട്ടി. ഇതിൽ വളരെ കുറച്ച് പൂക്കളെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഈ മുരിങ്ങാപ്പൂവുകൾക്ക് ഒരുപാട് പോഷക ഗുണങ്ങളുണ്ട്. കാൽസ്യവും പൊട്ടാസ്യവും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഈ പൂ കൊണ്ട് നമുക്കൊരു ചെറിയ തോരൻ ഉണ്ടാക്കാം. ഒരു പകുതി സവാള ചെറുതായി അരിഞ്ഞതും, 2 അല്ലി വെളുത്തുള്ളിയും, 2 പച്ചമുളകും, ചെറിയ കഷ്ണം ഇഞ്ചിയും, വേപ്പിലയും, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും. കടുക് പൊട്ടിച്ച് അതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കണം. തേങ്ങാക്കൊത്ത് ചെറിയ കളർ മാറി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഇനി പച്ചമുളകും, ഇഞ്ചിയും, വെളുത്തുള്ളിയും, വേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങാപ്പൂവ് ചേർത്ത് കൊടുക്കണം. ഇത് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കണം. അവസാനം ഈ പരുവത്തിലായി കിട്ടോട്ടാ. ഇപ്പോൾ ഈ മുരിങ്ങയുടെ സീസൺ ആയതുകൊണ്ട് ആർക്കും ഈ മുരിങ്ങാപ്പൂവ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കാം. മുരിങ്ങാപ്പൂവ് കിട്ടിയാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഈ കുട്ടികളൊന്നും ഈ മുരിങ്ങാപ്പൂവ് കഴിക്കണമെന്നില്ല. ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ എന്തായാലും കഴിക്കും. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം.